അടുത്തത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് നമുക്ക് പ്ലസ് ടുവിലുള്ളത് എങ്കിലും എന്താണ് ഫങ്ഷൻ എന്നുള്ള കാര്യം നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. A relation f from a to b is said to be a function if every element of set A has unique image in set B. അതായത് ഒരു റിലേഷൻ ആർ, ഇപ്പം ഇവിടെ എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഒരു റിലേഷൻ എഫിനെ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ് യുണീക്ക് ഇമേജ് ഇൻ സെറ്റ് ബി. എയിലെ ഏതൊരാളെ എടുത്താലും അയാൾക്ക് ബിയിൽ ഒരു ഇമേജ് മാത്രമേ കാണുകയുള്ളൂ. എയിലെ ആരെ എടുത്താലും ബിയിലേക്ക് ഒറ്റ മാപ്പിംഗ് വീതമേ അവർക്ക് കാണുകയുള്ളൂ എങ്കിൽ അത് ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഇവിടെ എ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമെയിനും ബി എന്ന് പറയുന്നത് കോഡൊമെയിനുമാണ്. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക്. എയിൽ 1 2 3 എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ 4 5 6 ഉണ്ട്. അപ്പം 1ന് ഒറ്റ ഇമേജേ ഉള്ളൂ, 2ന് ഒറ്റ ഇമേജേ ഉള്ളൂ, 3ക്കും ഒറ്റ ഇമേജേ ഉള്ളൂ. ഇതൊരു ഫംഗ്ഷനാണ്. ഇനി ഈ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1 മാപ്പ് ചെയ്തിരിക്കുന്നത് 5ലേക്കാണ്. അപ്പോൾ 1,5 ആണ് ഫംഗ്ഷനിൽ വരുന്ന ഒരു ഓർഡർ പെയർ. പിന്നെ 2 മാപ്പ് ചെയ്തിരിക്കുന്നത് 6ലേക്ക്, 2,6. 3 മാപ്പ് ചെയ്തിരിക്കുന്നത് 4ലേക്ക്, 3,4. ഇങ്ങനെയാണ് ഫംഗ്ഷൻ വരുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഒരു റിലേഷൻ പറഞ്ഞിരിക്കുകയാണ് എഫ്. അപ്പം ഇത് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 1ന് ഒരു ഇമേജേ ഉള്ളൂ 7, പക്ഷേ 2ന് 2 ഇമേജസ് വരുന്നുണ്ട് 6ഉം 9ഉം. ഇത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വെച്ച് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നമുക്ക് ഈ റിലേഷൻ ഇവിടെ നമുക്കിത് നോക്കി ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ അല്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ ഓർഡേർഡ് പെയർസിൽ ഫസ്റ്റ് എലിമെൻറ്റ്സ് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് എളുപ്പമെന്ന് പറയാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പോസിബിൾ അല്ലാത്തത്. ഒരാൾക്ക് 2 ഇമേജ് പാടില്ല, പക്ഷേ 2 പേർക്ക് ഒരു ഇമേജ് പറ്റും. അപ്പോൾ ഇയാൾക്ക് ഇത് മാത്രമേ ഇമേജ് ആയിട്ടുള്ളൂ, ഇയാൾക്കും ഇത് മാത്രമേ ഇമേജ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് പോസിബിളാണ്, പക്ഷെ ഇത് പോസിബിൾ അല്ല. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു കോളേജിൽ റെഗുലർ കോഴ്സ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് BSc മാത്സിലും BSc ഫിസിക്സിലും അറ്റ് എ ടൈം റെഗുലറായിട്ട് പഠിക്കാൻ പറ്റുകയില്ല. പക്ഷേ 2 സ്റ്റുഡൻസിന് ഒരു കോഴ്സിൽ പഠിക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ. ഇവിടെ മറ്റൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് 1ന് ഒരു ഇമേജ് ഉള്ളൂ, 2ന് ഒരു ഇമേജ് ഉള്ളൂ, 3ക്ക് ഒരു ഇമേജ് ഉള്ളൂ, 4ന് ഒരു ഇമേജ് ഉള്ളൂ. അപ്പം ഇതിവിടെ ഫംഗ്ഷനാണ്. അതായത് ഫസ്റ്റ് എലമെൻറ്റ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലസ് ടു ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല. ഇനി 1 മാർക്കിന് വല്ല ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതിനാണ് ഇതിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലസ് ടുവിലെ പോർഷനിലേക്ക് വരാം. ഇവിടെ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് 1 ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻ്റ് ഇമേജസ് ആണെങ്കിൽ ഫംഗ്ഷൻ 1 ആയിരിക്കും. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്, പക്ഷേ 1 അല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻ്റ് ഇമേജസ് അല്ലല്ലോ ഇവിടെ. അപ്പോൾ ഇത് 1 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതുപോലത്തെ ഫങ്ഷൻസാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 1 ഫംഗ്ഷൻ, അതിനെ നമ്മൾ ഇൻജെക്റ്റീവ് എന്ന് പറയും. 1 അല്ല എങ്കിൽ ഫംഗ്ഷൻ മെനി 1 ആയിരിക്കും. ഇതിപ്പം മെനി 1. ഇനി ഓൺ ടു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ സർജക്റ്റീവ് എന്ന് പറയും. ഓൺ ടു അല്ലെങ്കിൽ ഇൻടു ഫംഗ്ഷൻ. സർജക്റ്റീവ് എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രീ ഇമേജസ് ഉണ്ടാവണം. എല്ലാവർക്കും പ്രീ ഇമേജസ് ഉണ്ടാകുന്ന പറയുമ്പം സെക്കൻഡ് സെറ്റിൽ എല്ലാവർക്കും മുൻപോട്ട് മാപ്പിംഗ് ഉണ്ടാവണം. അതാണ് ഓൺ ടു ഫംഗ്ഷൻ. ഇനി ഓൺ ടു അല്ലെങ്കിൽ ഇൻടു എന്ന് പറയും. അതായത് ആരെങ്കിലും സ്പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രീ ഇമേജ് ഇല്ല എങ്കിൽ നമ്മൾ ഇൻടു എന്ന് പറയും. ഇനി 1 ഓൺ ടു ആണെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പറയും. അപ്പോൾ 1 ആണെങ്കിൽ ഇൻജെക്റ്റീവ്, ഓൺ ടു ആണെങ്കിൽ സർജക്റ്റീവ്, 1 ഓൺ ടു ആണെങ്കിൽ ബൈജക്റ്റീവ് എന്ന് പറയും. ഇനി 1 അല്ലെങ്കിൽ മെനി 1, ഓൺ ടു അല്ലെങ്കിൽ ഇൻടു ആയിരിക്കും. ഇതാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ഇനി ഫസ്റ്റ് വരുന്നത് 1 അല്ലെങ്കിൽ ഇൻജെക്റ്റീവ്. നമ്മളൊന്ന് പറഞ്ഞു,
എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആണെങ്കിൽ ഫംഗ്ഷൻ 1 എന്ന് പറയും. ഒരാളിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അത് പേരിൽ തന്നെ ഉണ്ട്, ഒരാളിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1-ന് 7-ഉം 2-ന് 6-ഉം 3-ക്ക് 9-ഉം 4-ന് 8-ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഇമേജസ് ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് 1. അതിനെ നമുക്ക് ഡെഫിനിഷൻ വെച്ച് ഇങ്ങനെ പറയാൻ പറ്റും. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2. നമ്മൾ പ്രോബ്ലത്തിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ തന്നിട്ട് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഡെഫിനിഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതായത് നമ്മൾ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെന്ന് സപ്പോസ് ചെയ്യും. എന്നിട്ട് x1 ഈസ് ഈക്വൽ ടു x2 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണ്, പക്ഷേ x1 ഈസ് ഈക്വൽ ടു x2 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ 1 അല്ല, അപ്പം മിനി 1 ആണെന്ന് പറയാൻ പറ്റും. ഇനി എന്താ ഈ ഡെഫിനിഷൻ? ഈ ഡെഫിനിഷൻ പറയുന്നത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2. x1ൻ്റെയും x2ൻ്റെയും ഇമേജ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇമേജ് സെയിം ആണ്. ഇവിടെ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 നമുക്ക് 5 വരും. പക്ഷേ x1ഉം x2ഉം സെയിം ആണോ? അല്ല, അത് 2ഉം 3ഉം ആണ്. അതായത് ഇമേജ് സെയിം ആണ് എന്നും പറഞ്ഞ് ഈ ആൾക്കാർ സെയിം ആവണമെന്ന് ഇല്ല എവിടെ മിനി 1 ഫംഗ്ഷനിൽ. പക്ഷേ 1-1-ൽ അത് സാറ്റിസ്ഫൈ ആകും. അപ്പം ഈ ഡെഫിനിഷൻ എന്താണ് എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആക്കണ്ട, ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആണെങ്കിൽ, ആരോ ഡയഗ്രത്തിലാണെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ചില ഫംഗ്ഷന് നമ്മൾ തിയറിറ്റിക്കലായിട്ട് ചെയ്യുമ്പോൾ ഈ ഡെഫിനേഷൻ വെച്ചാണ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് 1. അപ്പോൾ ഈ മെനുവിൻ്റെ കാര്യം തൽക്കാലം നിങ്ങൾ ഓർക്കേണ്ട. ഇതൊക്കെ പറയുന്നത് 1 മാർക്കിനൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഓർക്കേണ്ട 1 എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാസ് ഡിഫറെൻറ്റ് ഇമേജസ്. അതുപോലെ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടിയാൽ ഫംഗ്ഷൻ ഈസ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് 1-1ൻ്റെ പ്രോബ്ലംസ് നോക്കാം. Let A is equal to set 1 2 3, B is equal to 4 5 6 7, and let F is equal to 1 4 2 5 3 6. Be a function from A to B. Show that F is 1 1. അപ്പോൾ ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 1 മാപ്പ് ചെയ്തിരിക്കുന്നത് 4-ലേക്ക്, 2 മാപ്പ് ചെയ്തിരിക്കുന്നത് 5-ലേക്ക്, 3 മാപ്പ് ചെയ്യുന്നത് 6-ലേക്ക്. അപ്പം ഇത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റ്സ് ഒക്കെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആരോ ഡയഗ്രാം വരച്ച് നോക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന് പറയുന്ന മാപ്പിംഗ് ആണ്. 1 മാപ്പ് ചെയ്തിരിക്കുന്നത് 4-ലേക്ക്, 2 മാപ്പ് ചെയ്തിരിക്കുന്നത് 5-ലേക്ക്, 3 മാപ്പ് ചെയ്തിരിക്കുന്നത് 6-ലേക്ക്. ഇവിടെ 1 2 3 ആണ് സെറ്റ് എ വരുന്നത്, 4 5 6 7 ആണ് സെറ്റ് ബി വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഇമേജസ് ആണ്. therefore ഫംഗ്ഷൻ ഈസ് 1 1. അപ്പം എങ്ങനെ എഴുതാം? എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4 ആണ്, എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 5 ആണ്, എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 6 ആണ്. ഡിസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ഹാസ് ഡിസ്റ്റൻറ്റ് ഇമേജസ്, therefore എഫ് ഈസ് 1 1. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത്. ഇനി ഇവിടെ സെറ്റ്സ് ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആരോ ഡയഗ്രാം വരച്ച് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പം അതിൻ്റെ അകത്ത് സെറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ആരോ ഡയഗ്രാം വരച്ചൊക്കെ അത് ആൻസറും ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നാച്ചുറൽ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ആരോ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ബൈ ഡെഫിനിഷൻ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ചെക്ക് ദി ഗിവൺ ഫംഗ്ഷൻസ് ആർ 1 1. തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് 1 1 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം എഫ് ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2n. അപ്പം ഈ ഫംഗ്ഷൻസിൻ്റെ ഈ ചാപ്റ്ററിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 1 ആണോ 2 ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ചോദിക്കുമ്പം ഈ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നമ്പർ ലൈൻ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്പർ ലൈൻ മനസ്സിലേക്ക് കൊണ്ടുവരിക, അത് ഒന്ന് വ്യൂ ചെയ്യുന്ന പോലെ നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര ആൾക്കാരാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര ആൾക്കാരാണ്.
അപ്പോൾ അങ്ങനെയുള്ള സെറ്റിൽ നിന്ന് അങ്ങനെയുള്ള സെറ്റിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ പോയിരിക്കുന്നത്. ഫംഗ്ഷൻ 2x ആണ്. അപ്പോൾ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ബൈ ഡെഫിനിഷനാണ്. നമ്മൾ പറഞ്ഞു f(x1) = f(x2) ആണ് എന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ x1 = x2 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കിട്ടുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ f(x1) = f(x2) എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2x1. f(x1) = 2x1, f(x2) = 2x2 ആയിരിക്കും. അപ്പം 2x1 = 2x2 എന്ന് എഴുതാം. 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ x1 = x2 എന്ന് എഴുതാൻ പറ്റും. അപ്പം f(x1) = f(x2) ആയപ്പോൾ x1 = x2 ആയതുകൊണ്ട് f is 1. ഇനി f from R to R defined by f(x) = 3 - 4x. അപ്പോൾ ഇവിടെ f(x1) = f(x2) എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ 3 - 4x1 = 3 - 4x2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ട് സൈഡിലും ഉള്ള 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ബോത്ത് സൈഡ്സ് ബൈ 3 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -4x1 = -4x2 എന്ന് വരും. ഇനി രണ്ട് സൈഡ് നമ്മൾ -4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x1 = x2 എന്ന് വരും. അപ്പം ഈ പ്രോസസ്സൊക്കെ നമുക്ക് ഓരോ സ്റ്റെപ്പിലും ചെയ്യാവുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, 3 കൊണ്ട്. ഇവിടെ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, ഇക്വാളിറ്റി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ സ്റ്റെപ്സ് നമുക്കിങ്ങനെ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് x1 = x2 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ സപ്പോസ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് f is 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. f from R to R defined by f(x) = 1 + x². നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ x² വരുന്ന കേസിലൊക്കെ ഈ 1 കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട്. മിക്കവാറും കേസിൽ 1 ആവാറില്ല. മിക്കവാറും കേസിലാണ്, എല്ലാ കേസിലും അല്ല കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, ഇത് ഏത് സെറ്റിലേക്കാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ബൈ ഡെഫിനിഷൻ നോക്കാം. f(x1) = f(x2) ആണ്. അങ്ങനെയാണെങ്കിൽ 1 + x1² = 1 + x2² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി രണ്ട് സൈഡിൽ നിന്ന് 1 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് സൈഡിൽ നിന്ന് 1 ക്യാൻസൽ ചെയ്യുമ്പം x1² = x2² എന്ന് നമുക്ക് കിട്ടും. ഇനി ഒന്ന് ചിന്തിച്ചോ, ഇവിടെ ഫങ്ഷൻ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കായിരുന്നു. അതായത് നമ്മുടെ x1ഉം x2ഉം വരുന്നത് ഇവിടെ, f(x1) f(x2) വരുന്നത് ഇവിടെ. അപ്പം ഇവിടെ ഉള്ള ആൾക്കാരുടെ ഇമേജസ് ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് x1² = x2² ആകുമ്പോൾ x1 = x2 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഈ x1 x2 എവിടെയുള്ള ആൾക്കാരാണ്? റിയൽ നമ്പേഴ്സിലുള്ള ആൾക്കാർ. റിയൽ നമ്പേഴ്സിൽ ആരുണ്ട്? നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈ x1 x2 എവിടെയുള്ളതാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. റിയൽ നമ്പറിലാണ്. ഈ റിയൽ നമ്പറിൽ നെഗറ്റീവും പോസിറ്റീവ് നമ്പേഴ്സും ഉള്ളതുകൊണ്ട് ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എഴുതാൻ പറ്റുമോ ഫ്രീ ആയിട്ട്? ഇപ്പം x1² = x2². സപ്പോസ് 25 ആണ് ഈ വാല്യൂ എന്ന് വെച്ചോ. 25 ആണ് എങ്കിൽ x1 എനിക്ക് -5 എന്നും x2 എനിക്ക് 5 എന്നും കിട്ടത്തില്ലേ? അപ്പം സ്ക്വയർ 25 ആണെങ്കിൽ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, -5ഉം 5ഉം. അതായത് -5ൻ്റെയും 5ൻ്റെയും സ്ക്വയർ 25 ആണ്. തിരിച്ച് 25 നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതുമ്പം x1 = x2 ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും സ്ക്വയർ സെയിം ആയിട്ട് വരും. സെയിം ക്വാണ്ടിറ്റി ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ സെയിം ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് വരുന്നതുകൊണ്ടാണ് സ്ക്വയറിൻ്റെ കേസിൽ 1 റിയൽ നമ്പേഴ്സിൽ 1 വരാത്തത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. 1 സ്ക്വയറായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് x1 -1 എന്നും x2 1 ഒന്നും കിട്ടത്തില്ലേ? അതായത് -1ൻ്റെയും ഇമേജ് 1, 1ൻ്റെയും ഇമേജ് 1. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുകയില്ല റിയൽ നമ്പേഴ്സിൽ എന്നാണ് അർത്ഥം. അതായത് x1² = x2² ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ x1 = x2 എന്ന് വരത്തില്ല. കാരണം റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിലുള്ള ആൾക്കാരാണ് x1ഉം x2ഉം. അപ്പോൾ x1ഉം x2 -1ഉം 1ഉം റിയൽ നമ്പേഴ്സിലുള്ളതാണ്. അപ്പം ഇത് സെയിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സെയിം ആവണമെന്ന് നിർബന്ധം ഇല്ല. അത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മതി.
ഇനി നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നു. ഈ -1ഉം 1ഉം നമുക്ക് ഫംഗ്ഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ വരുന്നത്? 1 പ്ലസ് -1 സ്ക്വയർ, അതും 2 വരും. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 സ്ക്വയർ, അതും 2 വരും. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാർക്ക് സെയിം ഇമേജ് വന്നു. അപ്പം നിങ്ങൾ ഈ നമ്മുടെ ഡെഫിനിഷൻ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഈ സ്റ്റെപ്പ് ആവുമ്പോൾ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ കിട്ടിക്കോളും. അപ്പോൾ കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ 1 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? -1നും 1നും ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് -1ഉം 1ഉം ഹാസ് നോ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ്. ഡിഫറെൻറ്റ് ഇമേജസ് അല്ല, സെയിം ഇമേജ് ആണ് വരുന്നത്. ദെയർഫോർ എഫ് ഈസ് നോട്ട് 1 1. എഫ് ഈസ് മെനി 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു അല്ലാത്തതിനെ നമ്മൾ ഇൻറ്റു എന്ന് പറയും. ഓൺ ടു എന്ന് വെച്ചാൽ സിമ്പിളാണ്. എല്ലാവർക്കും പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. എല്ലാവർക്കും പ്രീ ഇമേജസ് ഇല്ല എങ്കിൽ അത് ഇൻറ്റു ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ 7ന് പ്രീ ഇമേജ് ഇല്ല. ഇവിടെ 4ന് 1 പ്രീ ഇമേജ് ഉണ്ട്, 5ന് 2 പ്രീ ഇമേജ് ഉണ്ട്, 6ന് 3 പ്രീ ഇമേജ് ഉണ്ട്. ഒരു റിവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ 4ന് പ്രീ ഇമേജ് ഉണ്ട്, 5ക്ക് പ്രീ ഇമേജ് ഉണ്ട്, 6ന് പ്രീ ഇമേജ് ഉണ്ട്, പക്ഷേ 7ന് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല, ഇൻറ്റു ആണ്. ഓൺ ടു ആവണമെങ്കിൽ എല്ലാവർക്കും പ്രീ ഇമേജസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈച്ച് എലമെൻറ്റ് ഇൻ ബി ഹാസ് എ പ്രീ ഇമേജ് ഇൻ എ. ബിയിലുള്ള ഓരോ എലമെൻറ്റിനും എയിൽ പ്രീ ഇമേജ് ഉണ്ടാവണം. ഇത് മറ്റൊരു ഡെഫിനിഷനായിട്ട് നമ്മൾ എഴുതും. ഇതാണ് നമ്മൾ തിയറിയിൽ യൂസ് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എവരി വൈ ബിലോങ്സ് ടു ബി. അപ്പം ഇത് എക്സുകളും ഇത് വൈകളുമാണ് എന്നാണ് നമ്മൾ സാധാരണ അസ്യൂം ചെയ്യാറ്. അപ്പോൾ നമ്മൾ പറയും ഫോർ എവരി വൈ ബിലോങ്സ് ടു ബി. ഈ ബിയിലെ ഏതൊരു എലിമെൻറ്റിനെ എടുത്താലും അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ് വൈ. ഫോർ എവരി എലിമെൻറ്റ് വൈ ബിലോങ്സ് ടു ബി there exists an x belongs to a such that f of x is equal to y. ഇതിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവണം, സച്ച് ദാറ്റ് അതിൻ്റെ ഇമേജ് ഇതാണ് എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഫോർ എവരി വൈ ബിലോങ്സ് ടു ബി there exists an x belongs to a such that f of x is equal to y. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആയിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷനാണ് റേഞ്ച് എന്ന് പറയുന്നത് ഇമേജസ് ആണ്. റേഞ്ചും കോഡൊമെയിൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആണ്. റേഞ്ചും കോഡൊമെയിനും സെയിം ആകുമ്പോഴാണ് ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയുന്നത്. ഇവിടെ റേഞ്ച് 4 5 6 ആണ്, കോഡൊമെയിൻ ഈ ഫുൾ സെറ്റ് വരും. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ല, സോ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഇതാണ് അടുത്തൊരു ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഈ ഡെഫിനിഷനാണ് ഓൺ ടു പ്രൂവ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദി ഗിവൺ ഫങ്ഷൻസ് ആർ ഓൺ ടു. തന്നിരിക്കുന്ന ഫങ്ഷൻസ് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സെയിം ഫങ്ഷൻ നമ്മൾ 1 1ൽ ചെക്ക് ചെയ്തതാണ്, അവിടെ 1 1 ആണ് എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിലാണ് എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ആ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നങ്ങ് എടുക്കുവാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എടുത്താൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ആരാ? 3 - 4x. ആ 3 - 4x ഇസ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. എക്സ് ഇസ് ഈക്വൽ ടു സംതിങ് എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. ഇവിടെ നിന്ന് നമുക്ക് 3 - y ഇസ് ഈക്വൽ ടു 4x എന്ന് കിട്ടും. ഫോറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 - y/4 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറി. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 3 - y/4 എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. ഈ ബിയിലെ ഏത് വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് കിട്ടണം, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ.
അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു റിവേഴ്സ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിഫൈൻ ചെയ്യുന്ന ആ റിവേഴ്സ് ഫംഗ്ഷനാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഏത് വഴി എടുത്താലും അതിന് പ്രീമേജ് എക്സ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമ്മുടെ റിലേഷൻ പറഞ്ഞിരുന്നത് ആറിൽ നിന്ന് ആറിലേക്കായിരുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 - 4x ആയിരുന്നു. അപ്പം അതിൻ്റെ റിവേഴ്സ് ഫംഗ്ഷനായിട്ട് എനിക്ക് കിട്ടിയ ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഏത് വഴി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടുന്ന് ഏത് വഴി എടുത്താലും എന്ന് പറയുമ്പോൾ ഏത് റിയൽ നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് റിയൽ നമ്പറിലുണ്ട് എങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ വഴികൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം, ഒരു റിയൽ നമ്പറായിട്ട് എടുക്കണം. ചില വഴികൾ രണ്ടാമത്തെ സെറ്റ് റിയൽ നമ്പേഴ്സിലുള്ളതാണ്. ഇനി ഈ വഴികൾ ഏത് റിയൽ നമ്പർ ആയാലും 3 - നമ്പർ എന്ന് പറയുന്നതിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കുമല്ലോ. ബിഗ്ഗസ്റ്റ് നമ്പറാണ് റിയൽ നമ്പർ. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഒഴിച്ച് വെച്ചാൽ ബിഗ്ഗസ്റ്റ് നമ്പറാണ് റിയൽ നമ്പർ. അപ്പം ഈ ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് പോകാനായിട്ട് ഒരു സാധ്യതയില്ല, കാരണം റൂട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം പോസിബിളായിട്ടുള്ള നമ്പേഴ്സ് എല്ലാം കിടക്കുന്നത് റിയൽ നമ്പേഴ്സിലാണ്. അപ്പം വൈ എന്ത് തന്നെ ആയാലും ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതായത് ഒരു റിയൽ നമ്പർ വൈ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും, അതൊരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെ കിടക്കും. അതായത് ഇവിടെ നിന്ന് ഏത് വൈ എടുത്താലും ഈ റിവേഴ്സ് ഫംഗ്ഷനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഒരു പ്രീ ഇമേജ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊരു വഴിക്കും പ്രീ ഇമേജ് എക്സ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഫോർ ഈച്ച് വൈ ബിലോങ്സ് ടു ആർ, ഇത് കോഡൊമെയിൻ ആണ്. വി ക്യാൻ ഫൈൻഡ് ആൻ എക്സ് ബിലോങ്സ് ടു ആർ, ഡൊമെയിൻ ആറ്, സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ ഈച്ച് വൈ ബിലോങ്സ് ടു കോഡൊമെയിൻ വി ക്യാൻ ഫൈൻഡ് ആൻ എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യേണ്ടത്. അപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്താ കിട്ടിയത്? 3 - y/4. ആ 3 - y/4 ഇവിടെ എഴുതി. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 - 4x ആയിരുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 - 4x ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നാലും അത് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇത് എക്സിൻ്റെ സ്ഥാനത്ത് ഇത് വന്നപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ അതിനെ കൊടുത്തു. അപ്പോൾ 3 - 4 × 3 - y/4 എന്ന് വന്നു. ഇനി ഇവിടെ 4ഉം 4ഉം ക്യാൻസലായി. അപ്പം 3 മൈനസ് അകത്തേക്ക് പോകുമ്പോൾ 3 - 3 മൈനസ് അകത്തേക്ക് പോകുമ്പോൾ പ്ലസ് y വരും. 3ഉം 3ഉം കൂടെ പോയി കഴിയുമ്പോൾ y എന്ന് കിട്ടും. For each y belongs to R, we can find an x belongs to R such that f of x is equal to y എന്ന് നമുക്ക് കിട്ടും. Therefore, function is onto. അടുത്ത ക്വസ്റ്റ്യൻ ആണ് f from R to R given by f of x is equal to x plus 1 onto ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓൺ ടുവിൻ്റെ എല്ലാ കണക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് അതിനെ സോൾവ് ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു y - 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. ഈ റിവേഴ്സ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമുള്ളൂ. ഇവിടെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏത് വഴി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഇവിടെ ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ നിന്ന് ഏതൊരു എലമെൻറ്റ് ഞാൻ എടുത്താലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഇവിടെ ഞാൻ ഏത് നമ്പർ റിയൽ നമ്പർ കൊടുത്താലും റിയൽ നമ്പർ -1 ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയതുകൊണ്ട് ആ കിട്ടുന്ന റിയൽ നമ്പർ ഇവിടെ കിടക്കും. ഇവിടെ നിന്ന് ഞാൻ ഏത് റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ പ്രീ ഇമേജ് ഇവിടെ ഉള്ള ഒരാളാണ് കിട്ടുന്നത്. അപ്പോൾ പ്രീ ഇമേജ് നമുക്ക് കിട്ടും. അതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ആർ, പ്രീ ഇമേജ് ബിലോങ്സ് ടു ആർ എന്നുള്ള രീതിയിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫോർ എവരി വൈ ബിലോങ്സ് ടു ആർ ദെയർ എക്സിസ്റ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താ? y - 1. ഇനി എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ്. അപ്പം ഇവിടെ എന്ത് വന്നാലും അത് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് y - 1 എന്ന് പറയുന്നത് y - 1 + 1 വരും.
y മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 കൂടെ പോയി കഴിയുമ്പോൾ y എന്ന് കിട്ടും. ഫോർ എവരി y ബിലോങ്സ് ടു ആർ ദെയർ എക്സിസ്റ്റ് ആൻഡ് x ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് f ഓഫ് x ഇസ് ഈക്വൽ ടു y എന്ന് കിട്ടി. ദെയർഫോർ f ഈസ് ഓൺ ടു. ഇനി ഓൺ ടു അല്ലാത്തൊരു കേസാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഓർക്ക് എപ്പോഴും ചെയ്താൽ നമുക്ക് ഓൺ ടു കിട്ടുമെന്ന് അങ്ങനെയല്ല. ചില കേസിൽ നമുക്ക് ഓൺ ടു അല്ല എന്ന് വരും. അതിനൊരു എക്സാമ്പിളാണ് ഈ എക്സാമ്പിൾ. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെയും എക്സ് സ്ക്വയർ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. 1 റിയൽ നമ്പേഴ്സിൽ എക്സ് സ്ക്വയർ ആയിരുന്നു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെയും എക്സ് സ്ക്വയർ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 ആകും. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ മൈനസ് 1. ഇങ്ങനെയാണ് നമുക്ക് റിവേഴ്സ് ഫംഗ്ഷൻ വരുന്നത്. ഇനി നമ്മൾ സാധാരണ പോലെ ഇവിടെ നിന്നൊരു വൈ എടുത്താൽ ഇവിടെ എക്സ് കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ നിന്ന് ഞാനൊരു റിയൽ നമ്പർ എടുത്തു. ഏത് റിയൽ നമ്പർ എടുത്താലും കിട്ടുന്ന എക്സ് ഇവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഓൺ ടു എന്ന് പറയാൻ പറ്റും. ഇനി ഞാനിവിടെ 2 എടുത്തു. 2 എടുത്താൽ 2 മൈനസ് 1 1 ആണ്. 1ൻ്റെ റൂട്ട് 1 ആണ്. ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് 1 ആയാലും മൈനസ് 1 ആയാലും എക്സുകൾ റിയൽ നമ്പറിലുണ്ട്. അപ്പം 2നെയാണ് എടുത്തത്. 2 പ്ലസ് 1ലേക്കും മൈനസ് 1ലേക്കും ഒരു ഇമേജെങ്കിലും മതി. 2 പ്രീ ഇമേജസ് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ല. പോസിറ്റീവ് നമ്പേഴ്സിനൊന്നും പ്രശ്നമില്ല. പക്ഷേ നെഗറ്റീവ് നമ്പേഴ്സ് റൂട്ടിൽ വന്നാലോ? ഇപ്പോൾ ഞാനിവിടെ ഒരു -2 ആണ് എടുക്കുന്നത് എന്ന് വെച്ചോ. ഇവിടെ -2 എടുത്താൽ -2 മൈനസ് 1 -3 ആവും. -3യുടെ റൂട്ട് പ്ലസ് ഓർ മൈനസ് 3i ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് +3i അല്ലെങ്കിൽ -3i ആയി. നമുക്ക് പ്രീമേജ് കിട്ടി. പക്ഷെ നമ്മുടെ പ്രീമേജ് എക്സ് എവിടെ ഉണ്ടാവണം? റിയൽ നമ്പറിൽ ഉണ്ടാവണം. അത് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഫംഗ്ഷൻ നമുക്ക് ഓൺ ടു അല്ല. ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തു. പക്ഷേ ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ അകത്തൊക്കെ എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1 ബിലോങ്സ് ടു ആർ, 3 മൈനസ് വൈ ബൈ 4 ബിലോങ്സ് ടു ആർ എന്നൊക്കെ നമ്മൾ എഴുതിയായിരുന്നു. പക്ഷേ ഇവിടെ പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ മൈനസ് 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡൊമെയിൻ ആർ ആണ്. കാരണം വൈ ഇസ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് നമ്പർ എടുത്താൽ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വരും. അപ്പോൾ ഇമാജിനറി നമ്പറിലേക്ക് പോകും. എക്സ് എന്ന് പറയുന്നത് ഇമാജിനറി നമ്പർ ആണ്. അതൊരിക്കലും ഇവിടെ ഇല്ലാത്തൊരു നമ്പറാണ്. അപ്പം ഇതിന് റിയൽ നമ്പേഴ്സ് പ്രീ ഇമേജസ് ഇല്ല. ദെയർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഈ എക്സ് സ്ക്വയറിൻ്റെ കേസിൽ നെഗറ്റീവ് നമ്പേഴ്സാണ് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിനു മുമ്പ് 1 ഓൺ ടു ആണെങ്കിൽ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറയും. ഈ ഫംഗ്ഷനെ സമയത്ത് 1 ആണ് ഓൺ ടു, ഫംഗ്ഷൻ ബൈജക്റ്റീവ്. അപ്പോൾ ഇനിയും ഉള്ള ഫംഗ്ഷൻസ് ബൈജക്റ്റീവ് ആണോ 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളതിനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prove that the function f from r to r given by f of x is equal to 2x is 1 and onto. ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ആണ്. ഈ ലീനിയർ ഫംഗ്ഷൻസിന് മിക്കവാറും 1 ഓൺടോയിൽ പ്രശ്നമൊന്നും സാധാരണ വരാറില്ല. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. സ്ക്വയേഴ്സ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ് സാധാരണയായിട്ട്. അപ്പോൾ സെറ്റോടെ നോക്കിയിട്ട് വേണം അത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 1 ആണ് എന്നുള്ളത് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സപ്പോസ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അങ്ങനെയാണെങ്കിൽ 2x1 ഇസ് ഈക്വൽ ടു 2x2 ആകും. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ x1 ഇസ് ഈക്വൽ ടു x2 എന്ന് എഴുതാൻ പറ്റും. ദെയർഫോർ എഫ് ഈസ് 1. എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആയപ്പോൾ x1 ഇസ് ഈക്വൽ ടു x2 കിട്ടിയതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് 1. ഇനി ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. 2x ഇസ് ഈക്വൽ ടു വൈ, എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി ഇവിടെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് പോകുന്നത്. അപ്പോൾ വൈ റിയൽ നമ്പർ ഒരു വൈ എടുത്താൽ, ഏത് റിയൽ നമ്പർ വൈ ആയിട്ട് എടുത്താലും ആ റിയൽ നമ്പർ ബൈ 2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ എക്സുകൾ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അപ്പം
ഏത് y റിയൽ നമ്പർ എടുത്താലും അതിനൊരു പ്രീ ഇമേജ് x നമുക്ക് റിയൽ നമ്പറിൽ കണ്ടുപിടിക്കാൻ പറ്റും. therefore എന്തെഴുതാം? for any y belongs to R there exists an x belongs to R such that f of x is equal to f of y by 2, x എന്ന് പറയുന്നത് y by 2 ആണ്, is equal to ഫംഗ്ഷനകത്തേക്ക് കൊടുക്കും. f of x is equal to 2x ആയതുകൊണ്ട് f of y by 2 is equal to 2y by 2 ആയിരിക്കും. 2 into y by 2, 2 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് y എന്ന് കിട്ടും. അപ്പം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് 1-1-നാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യും. f of x1 is equal to f of x2 ആണെങ്കിൽ x1 is equal to x2 ആണെങ്കിൽ ഫംഗ്ഷൻ 1 ആണ്. ഓൺ ടൂവിന് f of x is equal to y എന്ന് അസ്യൂം ചെയ്യും, x is equal to എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അത് പ്രീ ഇമേജ് നമ്മുടെ ഡൊമെയിനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എനി y belongs to R there exists x belongs to R such that ഏത് y എടുത്താലും അതിനൊരു പ്രീ ഇമേജ് x നമ്മുടെ ഡൊമെയിനിൽ ഉണ്ടാവും. സച്ച് ദാറ്റ് ആ പ്രീ ഇമേജിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ y ആയിരിക്കും. therefore f is onto. 1-1 onto ആയതുകൊണ്ട് നമുക്കിവിടെ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A function f from a to b where a is equal to set 1 2 3 and b is equal to 4 5 6 defined by f of 1 is equal to 5, f of 2 is equal to 6, f of 3 is equal to 4. Check whether f is a bijection. ഇപ്പോൾ ഇവിടെ a to b തന്നിട്ടുണ്ട്. എയും ബിയും ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഫിനേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ആരോ ഡയഗ്രാം വെച്ച് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. a 1 2 3 എന്ന് തന്നിട്ടുണ്ട്, അപ്പോൾ a 1 2 3 എന്ന് എഴുതി. b 4 5 6 ആണെന്ന് തന്നിട്ടുണ്ട്, അതങ്ങനെ എഴുതി. ഇനി 1 മാപ്പ് ചെയ്യുന്നത് 5ലേക്കാണ്, 1 മാപ്പ് ചെയ്യുന്നത് 5ലേക്ക്, 2 മാപ്പ് ചെയ്യുന്നത് 6ലേക്ക്, അതുപോലെ 3 മാപ്പ് ചെയ്യുന്നത് 4ലേക്ക്. ഇനി നമുക്കിത് കാണുമ്പോഴേ അറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഇമേജസ് ആണ്, അതുകൊണ്ട് 1-1 ആണ്. അതുപോലെ എല്ലാവർക്കും 3 ഇമേജസ് ഉണ്ട്, അതുകൊണ്ട് 1-2 എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു കണക്കാണ്. f of x is equal to 2x ആണെങ്കിൽ 1-1 on2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അവിടെ നമുക്ക് 1-1 ആണ് എന്ന് കിട്ടി, on2 ആണ് എന്ന് കിട്ടിയായിരുന്നു. പക്ഷേ ഇവിടെ 1-1 ആണ്, on2 അല്ല. അപ്പം അവിടെ റിയൽ നമ്പർ ആയിരുന്നു, ഇവിടെ നാച്ചുറൽ നമ്പറായി. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ ഓരോ പ്രോബ്ലത്തിലും ഉണ്ട്. ചെയ്തു പോകുന്നത് സെയിം രീതിയിലാണ്, പക്ഷേ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി പോവാം. അപ്പോൾ ഇവിടെ 1-1 ആണെന്ന് കാണിക്കാൻ സപ്പോസ് f of x1 is equal to f of x2 അങ്ങനെയാണെങ്കിൽ 2x1 is equal to 2x2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ x1 is equal to x2 എന്ന് കിട്ടും. f is 1 എന്ന് കിട്ടും. on2 ആണെന്ന് കാണിക്കാൻ f of x is equal to y എന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2x is equal to y എന്ന് എഴുതാൻ പറ്റും, x is equal to y by 2 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഇവിടെ നിന്നൊരു y എടുത്താൽ പ്രീ ഇമേജ് x ഇവിടെ ഉള്ളതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഞാനൊരു y എടുത്തു, ഇവിടെ നിന്ന് ഞാനൊരു y എടുത്താൽ സപ്പോസ് 4 എടുത്താൽ 4 by 2 കിട്ടും. ആ 2 ആണ് എക്സ്, 2 ഒരു നാച്ചുറൽ നമ്പറാണ്, അത് ഓക്കെയാണ്. പക്ഷെ ഞാനിവിടെ ഒരു 3 ആണ് എടുക്കുന്നതെങ്കിൽ നാച്ചുറൽ നമ്പർ ആണല്ലോ 3, അപ്പം y എന്ന് പറയുന്നത് 3 ആണ് എടുക്കുന്നതെങ്കിൽ 3 by 2 വരും. 3 by 2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല, 1.5 ആണ്, അതൊരു നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ 3 എന്ന് പറയുന്ന വൈക്ക് ഒരു പ്രീ ഇമേജ് നാച്ചുറൽ നമ്പറായിട്ടൊരു പ്രീ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ ആര് വേണമെങ്കിലും എടുക്കും. ഇപ്പോൾ ഇവിടെ 7 ആണ് പറഞ്ഞിരിക്കുന്നത്. 7 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ 7 by 2 എടുക്കുമ്പോൾ 3.5 കിട്ടും. 7 by 2ൻ്റെ 7 എടുക്കുമ്പോൾ y7 എടുക്കുമ്പോൾ കിട്ടുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അയാൾ എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, പക്ഷേ നാച്ചുറൽ നമ്പർ കിട്ടുകയില്ല. 7 by 2 3.5 നാച്ചുറൽ നമ്പർ അല്ല. therefore ഫംഗ്ഷൻ ഈസ് നോട്ട് 1-1 on2. 7 ഹാസ് നോ പ്രീ ഇമേജ്. നമുക്ക് എന്ത് എഴുതാം? 7 ബിലോങ്സ് ടു n ആണ്, പക്ഷേ x is equal to 7 by 2 does not belongs to n. y in codomain n has no pre-image in domain n. y എന്നുള്ള 7 in codomain n has no pre-image in domain n. therefore f is not on2.
തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. അവിടെ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കായിരുന്നു. അപ്പോൾ ഈ റിയൽ നമ്പർ ഞാനൊരു y എടുത്താൽ റിയൽ നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നത് എനിക്ക് ഡെസിമലോ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും ആവാം. അവരെല്ലാം എന്ത് തന്നെ കിട്ടിയാലും അതെല്ലാം ഒരു റിയൽ നമ്പർ ആയിരുന്നു. അപ്പോൾ അവിടെ ഫങ്ഷൻ ഓൺ ടു ആണ്. പക്ഷേ ഇവിടെ നമുക്ക് പ്രീമേജ് നാച്ചുറൽ നമ്പറിലാണ് കിടക്കേണ്ടത്. അതിവിടെ സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ഓൺ ടു അല്ല. ഇതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x. ചെക്ക് വെദർ 1 ഓർ ഓൺ ടു. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x. 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. സപ്പോസ് എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, 3x1 ഇസ് ഈക്വൽ ടു 3x2, x1 ഇസ് ഈക്വൽ ടു x2 ആയിട്ടുള്ള ഫംഗ്ഷൻ ഇസ് 1. ഓൺ ടു ചെക്ക് ചെയ്യാൻ. സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3x ഇസ് ഈക്വൽ ടു y. അവിടുന്ന് x ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് ഫംഗ്ഷൻ മാറി y ഇസ് ഈക്വൽ ടു 3. ഇനി ഇവിടെ റിയൽ നമ്പർ ഏതൊരു റിയൽ നമ്പർ എടുത്ത് ഇവിടെ കൊടുത്താലും ആ റിയൽ നമ്പർ ബൈ 3 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പം ഏത് റിയൽ നമ്പർ എടുത്താലും പ്രീമേജ് ഒരു റിയൽ നമ്പർ ആയിരിക്കും. therefore belongs to R എന്ന് എഴുതാൻ പറ്റും. ഇനി for each y belongs to R, there exists an x belongs to R such that f of x is equal to f of x y by 3 ആണ് is equal to 3x ആണല്ലോ. അപ്പം f of y by 3 എന്ന് കിട്ടും. 3 നിന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ y എന്ന് കിട്ടും. therefore f is on to എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. Next question, show that the function f from n to n defined as f of n is equal to 3n plus 2. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. എക്സിന് പകരം ഇവിടെ n ആണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ x2y എന്നുള്ളതിന് പകരം നമ്മൾ n2y എന്ന് കരുതും. അത്രയേ ഉള്ളൂ. അപ്പം ഇത് 1 ആണ് ബട്ട് നോട്ട് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഹിൻ്റ് ഉണ്ട്. 1 ആണ്. അപ്പോൾ നമുക്ക് 1 സ്റ്റെപ്പ് നേരെ അങ്ങ് ചെയ്ത് പോകാം. ഓൺ ടു അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺ ടു അല്ല എന്നുള്ള രീതിയിലായിരിക്കും കൺക്ലൂഷൻ പോകുന്നത്. അപ്പം അവിടെ നമുക്കൊരു ഹിൻറ്റ് കിട്ടി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആൻസർ ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ 1 ആണ്. അപ്പം സപ്പോസ് എഫ് ഓഫ് n1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് n2. ഇവിടെ എക്സ് മാറി n ആയതുകൊണ്ട് നമ്മൾ n1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് n2 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ 3n1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 3n2 പ്ലസ് 2 എന്ന് എഴുതാം. 2 2 പോയി കഴിയുമ്പോൾ 3n1 ഈസ് ഈക്വൽ ടു 3n2 എന്ന് വരും. 3 പോയി കഴിയുമ്പോൾ n1 ഈസ് ഈക്വൽ ടു n2 എന്ന് കിട്ടും. എഫ് ഇസ് 1 ആണെന്ന് നമുക്കറിയാം. ഇല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതി പോകാൻ പറ്റും. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. സപ്പോസ് എഫ് ഓഫ് n ഈസ് ഈക്വൽ ടു y എന്ന് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ് നമ്മുടെ മാപ്പിംഗ് പോയിരിക്കുന്നത്. അപ്പോൾ 3n പ്ലസ് 2 ഈസ് ഈക്വൽ ടു y എന്ന് വരും. ഇവിടെ n ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 3n ഈസ് ഈക്വൽ ടു y മൈനസ് 2, n ഈസ് ഈക്വൽ ടു y മൈനസ് 2 ബൈ 3 എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഒരു y എടുത്താൽ, നാച്ചുറൽ നമ്പറിൽ നിന്ന് ഒരു y എടുത്താൽ y മൈനസ് 2 ബൈ 3 എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ നമ്പർ ആവണമെന്ന് നിർബന്ധമുണ്ട്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 അങ്ങനത്തെ ആൾക്കാരാണ്. ഫ്രാക്ഷൻസ് ഒന്നും വരാൻ പാടില്ല, ഡെസിമൽസ് ഒന്നും വരാൻ പാടില്ല. അപ്പം ഇവിടെ ഞാനൊരു 6 എടുത്താൽ 6 മൈനസ് 2 എന്ന് പറയുന്നത് 4 ബൈ 3 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷനാണ്. 6 മൈനസ് 2 ബൈ 3 എന്ന് പറയുമ്പോൾ 4 ബൈ 3 എന്ന് പറയുന്നത് ഫ്രാക്ഷനാണ്. ഡസ് നോട്ട് ബിലോങ്സ് ടു n. ഇവിടെ 6 എടുത്താൽ 6ൻ്റെ ഇമേജ് വരുന്നത്, പ്രീ ഇമേജ് വരുന്നത് 4 ബൈ 3 ആണ്. നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഓൺ ടു അല്ല. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? y is equal to 6 implies n is equal to 6 minus 2 by 3 is equal to 4 by 3 is not a natural number. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ ഇത് നോക്കി എഴുതാനായിട്ട് സാധിക്കും. ഇനി R in codomain n has no pre-image in domain എന്ന്, therefore f is not on to എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. ഈ ആർ സ്റ്റാർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് 0 പോയത്. നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് ഈസ് 1 ആൻഡ് ഓൺ ടു. അപ്പോൾ ഇവിടെ 1 ആണ് ഓൺ ടു ആണ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ആയിട്ട് പഠിച്ച രീതിയിൽ അങ്ങ് സ്റ്റെപ്സ് എഴുതി കൺക്ലൂഡ് ചെയ്ത് പോയാൽ മതി. അല്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, അവിടെ ഇത് വയലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ കൊണ്ടുവരാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫ്രാക്ഷൻസ് ആയിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്.
റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും സാധാരണയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ്. അപ്പം നാച്ചുറൽ നമ്പറിൻ്റെ ഒരു കണക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റിജറിൻ്റെ കണക്കാണെങ്കിലും ഈ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ്. അപ്പോൾ ഈ സെറ്റ്സൊക്കെ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ സാധാരണയായിട്ട്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫ്രാക്ഷൻസ് എന്തെങ്കിലും കൗണ്ടറായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. റിയൽ നമ്പേഴ്സിൻ്റെ ഇൻറ്റിജേഴ്സിൻ്റെയും കേസിൽ നെഗറ്റീവ് നമ്പേഴ്സ് കൗണ്ടറായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇവിടെ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. സപ്പോസ് 1 ഇപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1/x1 ഇസ് ഈക്വൽ ടു 1/x2 എന്ന് നമുക്ക് എഴുതാം. ഇനിയും 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് x1 ഇസ് ഈക്വൽ ടു x2ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ എത്താനായിട്ട് എന്താ ചെയ്തത്, രണ്ട് സൈഡിലും ഒന്നുകൂടെ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ ഓഫ് റെസിപ്രോക്കൽ നമ്പർ തന്നെയാണോ എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ റെസിപ്രോക്കൽ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലൊക്കെ ഇവിടെ രണ്ട് സൈഡിലും 2 കട്ട് ചെയ്ത് കളയാമെന്ന് വെച്ചാൽ എന്താ, രണ്ട് സൈഡിലും 2 സബ്ട്രാക്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ 3 ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പാണ് രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുന്നത്. വില വ്യത്യാസം വരുന്നില്ലല്ലോ, അപ്പോൾ അത് പോസിബിളാണ്. എഫ് ഓഫ് എക്സ്1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആകുമ്പോൾ x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടിയതുകൊണ്ട് എഫ് ഈസ് 1 എന്ന് പറയാൻ പറ്റും. ഇനിയും ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പം നമുക്ക് എന്ത് എഴുതാം, 1/x ഇസ് ഈക്വൽ ടു y എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x ഇസ് ഈക്വൽ ടു 1/y എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടെ ആർ സ്റ്റാറിൽ നിന്ന് ആർ സ്റ്റാറിലേക്കാണ് പോയത്. സ്റ്റാർ എന്ന് പറയുന്ന കാര്യം 0 ഇല്ല. അപ്പം അതായത് 0 ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണ്ട. അപ്പം ഞാൻ ഇവിടുന്ന് ഏത് റിയൽ നമ്പർ എടുത്താലും ഇവിടുന്ന് ഞാൻ ഏത് റിയൽ നമ്പർ വൈക്ക് എടുത്താലും ഈ 1/, ആ നമ്പർ എന്ന് പറയുന്നത് എഗെയിൻ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഏത് വഴി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് റിയൽ നമ്പറിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ബിലോങ്സ് ടു ആർ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫോർ ഈച്ച് y belongs to r star there exists an x belongs to r star such that f of x is equal to f of 1/y is equal to 1/1/y. f of x is equal to 1/x ആണ്. അപ്പോൾ f of 1/y is equal to 1/1/y is equal to y എന്ന് എഴുതാൻ പറ്റും. f is ഓൺ ടു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്ന് കാണിക്കാനായിട്ട്. അപ്പം ക്ലിയർലി അത് നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റണമല്ലോ. ഇനി ഇതിനകത്തൊരു നോട്ട് പറയാം. ടെക്സ്റ്റിലെ എക്സസൈസിലുള്ളൊരു നോട്ടാണ്. സപ്പോസ് ഈ സെയിം ഫംഗ്ഷൻ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത ഈ ഫംഗ്ഷൻ നാച്ചുറൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണെങ്കിൽ 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല. ഓൺ ടു ആണെന്ന് കിട്ടിയായിരുന്നു, ഇവിടെ ഓൺ ടു അല്ല. അത് നാച്ചുറൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണെങ്കിൽ. അപ്പോൾ 1 നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റും. ഓൺ ടു ചെയ്യുമ്പം സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, അങ്ങനെയാണെങ്കിൽ 1/x ഇസ് ഈക്വൽ ടു വൈ. അവിടുന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 1/y എന്ന് കിട്ടും. ഇനിയും ഞാൻ ഏത് റിയൽ നമ്പർ എടുത്താലും ഇപ്പം y ഞാനൊരു 2 എന്ന് എടുത്താലും 1/2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. ഇവിടുന്ന് ഞാനൊരു 2 എടുത്താൽ എനിക്ക് 1/2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ കിട്ടുകയില്ല, ഒരു ഫ്രാക്ഷൻ ആയിട്ട് പോകും. അപ്പം ഏത് y എടുത്താലും അതിൻ്റെ പ്രീ ഇമേജ് എക്സ് നാച്ചുറൽ നമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, y is equal to 2 belongs to r but x is equal to 1/2 does not belongs to natural number. Therefore ഇവിടെ നിന്നൊരു 2 എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. Therefore f is not on to. പക്ഷേ റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ആ പ്രശ്നമില്ലായിരുന്നു, അവിടെ ഓൺ ടു ആയിരുന്നു. അടുത്തത് നമുക്ക് ഇത് കൂട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ബൈ ഡെഫിനിഷനാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നമുക്ക് കൗണ്ടർ എക്സാമ്പിൾ വെച്ചും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4. ചെക്ക് വെദർ എഫ് ഈസ് 1/1 ഓർ ഓൺ ടു. അപ്പോൾ 1/1 ആണോ ഓൺ ടു ആണോ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ആണ്.
റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് നമ്മൾ പറഞ്ഞു. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് എക്സ് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സാണ് പ്രശ്നം ഉണ്ടാക്കാറ്. x⁴ ആണെങ്കിൽ ഈവൻ പവേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സാണ് പ്രശ്നം ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് നോക്കാം. f(1) 1⁴ ആണ്, അതും 1 കിട്ടും. f(-1) -1⁴ ആണ്, അതും 1 കിട്ടും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം ഇമേജ് കിട്ടി. ഡിസ്റ്റിങ് എലമെൻസിന് ഡിസ്റ്റിങ് ഇമേജസ് അല്ല. therefore f is not 1 1. ഡിഫറെൻ്റ് ആൾക്കാർക്ക് സെയിം ഇമേജ് കിട്ടും. അതുപോലെ ഇവിടെ ഞാനൊരു നെഗറ്റീവ് നമ്പർ എടുത്താൽ, സപ്പോസ് -2 എടുത്താൽ -2ൻ്റെ ഫോർത്ത് റൂട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ല. സെക്കൻഡ് റൂട്ട് പോലും ഒരു ഇമാജിനറി നമ്പറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫോർത്ത് റൂട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്നൊരു നെഗറ്റീവ് നമ്പർ എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്ന് കൺക്ലൂഡ് ചെയ്താലായിട്ട് മതി. അടുത്തത് ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന 3-4 ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫങ്ഷൻസ് സെയിം ആണ്. കോഡൊമെയിനും ഡൊമെയിനും മാറി മാറി വരുന്ന രീതിയിലുള്ള കണക്കുകൾ. ഇവിടെ f(r to r) given by f(x) is equal to x². ഇത് 1 ആണോ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം 1 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് 2 സെൻറ്റൻസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എലാബറേറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം ആ കൗണ്ടർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കൗണ്ടർ എക്സാമ്പിൾ വരുന്നുണ്ടെങ്കിൽ ആ കൗണ്ടർ എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കൗണ്ടർ എക്സാമ്പിൾ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്താൽ മതി 1 ആണോ 2 ആണോ എന്നുള്ള കാര്യം. ഒത്തിരി എലാബറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റെപ്പായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. അപ്പം 1 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് f(x1) is equal to f(x2) എടുക്കും. x1² is equal to x2² എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. x1² x2² സെയിം ആണെങ്കിൽ x1 is equal to x2 ആണെന്ന് നിർബന്ധമില്ല. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഏതോ നമ്പറിൻ്റെ സ്ക്വയറും 1 ആണ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. കാരണം -1ഉം 1ൻ്റെ ഇമേജ് സ്ക്വയർ 1 ആയിട്ട് വരാം. അപ്പം ഇവിടെ f(-1) is equal to -1ൻ്റെ സ്ക്വയർ is equal to 1 കിട്ടും. f(1) is equal to 1ൻ്റെ സ്ക്വയർ is equal to 1 എന്ന് കിട്ടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം ഇമേജ് വന്നു. therefore f is not 1 1. പിന്നെ പറഞ്ഞായിരുന്നു സ്ക്വയർ വരുന്ന കേസിൽ നെഗറ്റീവ് നമ്പേഴ്സാണ് പ്രശ്നം ഉണ്ടാക്കാറ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഇട്ട് നോക്കി നമുക്ക് പെട്ടെന്ന് കൗണ്ടർ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 1 മാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ട് സപ്പോസ് f(x) is equal to y, അങ്ങനെയാണെങ്കിൽ x² is equal to y എന്ന് എഴുതാം. അപ്പോൾ x is equal to ± √y. ഇത് ഡസ് നോട്ട് ബിലോങ്സ് ടു r ആണ്. കാരണം പറഞ്ഞിരുന്നു സ്ക്വയേഴ്സ് വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് റൂട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പർ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. ഇവിടെ നിന്ന് ഞാനൊരു നെഗറ്റീവ് നമ്പർ എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് ഇവിടെ ഉണ്ടോ നോക്കണം. വൈക്ക് ഞാനൊരു -2 എന്ന് എടുത്താൽ √(-2) എന്ന് പറയുന്നത് ±2i വരും. ഒരു ഇമാജിനറി നമ്പറിലേക്ക് പോകും. അതായത് ഇവിടെ ഞാനൊരു നെഗറ്റീവ് നമ്പർ എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറിലേക്ക് പോകും. അത് ഇവിടെ ഉണ്ടാവുകയില്ല, റിയൽ നമ്പറിൽ ഉണ്ടാവുകയില്ല. therefore നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? -2 belongs to codomain R, has no pre-image in domain R എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും എലാബറേറ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റെപ്പ് എഴുതുന്നില്ല. നമ്മൾ ഓർത്താൽ മതി റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് x² ഒക്കെ വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് x² x⁴ ഒക്കെ വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പം ഡയറക്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും എഴുതിയാൽ മതി. 1 മാർക്കിനൊക്കെ ആണെങ്കിൽ സ്റ്റെപ്സ് ജസ്റ്റ് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് സെയിം ഫങ്ഷൻ x² തന്നെയാണ്. നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണെങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത്? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു 1 അല്ല 2 അല്ല. പക്ഷെ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണെങ്കിൽ അത് 1 ആണ്, പക്ഷെ 2 അല്ല. അപ്പം എന്താണ് ഇവിടെ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ f(x1) is equal to f(x2) എന്നെടുത്തു. അപ്പോൾ x1² is equal to x2² എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, x1² is equal to x2² ആണെങ്കിൽ x1 x2 എവിടെ വരുന്നതാണ്? ഈ നാച്ചുറൽ നമ്പറിൽ വരുന്നതാണ് x1ഉം x2ഉം. അപ്പം ഇവിടെ 25 ആണ്. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറും
മറ്റേതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറും 25 ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരാനുള്ള പോസിബിലിറ്റീസ് -5ഉം 5ഉം അല്ലേ ഉള്ളൂ. പക്ഷേ ഇവർ നിൽക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിലാണ്. അതുകൊണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നൊരു കേസില്ല. നെഗറ്റീവ് എന്ന് പറയുന്നൊരു കേസ് ഇല്ലാത്തതുകൊണ്ട് 5 മാത്രമേ വരുള്ളൂ. അപ്പോൾ x1² = x2² ആണെങ്കിൽ x1ൻ്റെയും x2ൻ്റെയും പോസിബിലിറ്റി ഇത് 25 ആണെങ്കിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ x1 = x2 എന്നുള്ള കേസാണ് ഇവിടെ വരുന്നത്. കാരണം നാച്ചുറൽ നമ്പേഴ്സിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല. റിയൽ നമ്പേഴ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സാണ്. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സിൽ അങ്ങനെ ആൾക്കാരില്ല. അതുകൊണ്ട് എവിടെ ഡൊമൈനിലില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1 ആണെന്ന് പറയാൻ പറ്റും. ഇനി ഓട്ടോ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സപ്പോസ് f(x) = y, x² = y, x ± √y. ഇവിടെ നിന്ന് ഞാനൊരു നാച്ചുറൽ നമ്പർ എടുത്താൽ സപ്പോസ് 2 എടുത്താൽ √2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. റൂട്ട് ± പ്രശ്നം ഉണ്ടാക്കും. അതിനു മുമ്പ് √2 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. അതുകൊണ്ട് സൈനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം y = 2 ആണെങ്കിൽ x എന്ന് പറയുന്നത് ±√2 does not belongs to a natural number. Therefore 2 in the codomain, ഈ നാച്ചുറൽ നമ്പറിൽ നിന്ന് നമ്മളൊരു 2 എടുത്താൽ ആ 2ൻ്റെ പ്രീ ഇമേജ് √2 എന്ന് പറയുന്ന നമ്പർ ഇവിടെ ഉണ്ടാവുകയില്ല. അതായത് 2-ന് പ്രീ ഇമേജ് ഉണ്ടാവുകയില്ല. therefore not on 2. അടുത്തത് z2 z given by f(x) = x². x² തന്നെയാണ് ഇവിടെ z-ൽ z-ലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 f(x1) = f(x2) ആണെങ്കിൽ x1² = x2² എന്ന് നമുക്ക് എഴുതാൻ പറ്റും. റിയൽ നമ്പേഴ്സിലെ പോലെ തന്നെ ഡസ് നോട്ട് ഇംപ്ലൈസ് x1 = x2 ആണ്. കാരണം ഇൻഡിജേഴ്സ് ആണ്. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നെഗറ്റീവ് നമ്പേഴ്സ് സ്ക്വയറിൽ പ്രശ്നം ഉണ്ടാക്കും. നമുക്ക് എന്ത് എഴുതാം? f(-1) എന്ന് പറയുന്നത് -1ൻ്റെ സ്ക്വയർ 1 കിട്ടും. f(1) എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ ആണ്. അതും 1 കിട്ടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം ഇമേജ് വന്നു. therefore f is not 1. ഇനി ഓട്ടോ ആണോ? റിയൽ നമ്പേഴ്സിൽ സെയിം പ്രശ്നമാണ് ഇവിടെയും വരുന്നത്. f(x) = y ആണെങ്കിൽ x² = y എന്ന് എഴുതാം. x ± √y എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ y നമ്മളൊരു നെഗറ്റീവ് നമ്പർ എടുക്കുകയാണെങ്കിൽ √(a) നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു ഇൻഡിജർ കിട്ടുകയില്ല. ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിജറാണ്. therefore ഒരു നെഗറ്റീവ് നമ്പർ -2 എടുത്താൽ ഇൻ കോഡൊമൈൻ z ഹാസ് നോ പ്രീ ഇമേജ് ഇൻ ഡൊമൈൻ z. therefore f is not on 2. അപ്പം ഇവിടെയും 1 അല്ല 2 അല്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര എലാബറേറ്റ് ആയിട്ട് എഴുതണ്ട. ജസ്റ്റ് ഇത് എഴുതി 1 അല്ല, കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിച്ച് 2 അല്ല എന്ന് മാത്രം എഴുതി വെച്ചാൽ മതിയാവും. അടുത്തത് ഫങ്ഷൻ മാറി x² മാറി x³ x³ 2 കേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് x³ ഇവിടെയും f(1)നെ f(x1) = f(x2) എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് x1³ = x2³ എന്ന് എടുക്കാം. ഈ x2³ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് x1³ - x2³ = 0 എന്ന് വരും. ഇനി a³ - b³ എന്ന് പറയുന്നത് a - b × a² + ab + b² ആണ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി നമുക്കറിയാം പ്രോഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ രണ്ടും 0 ആവണം. ഇനി ഇതൊരിക്കലും 0 ആവത്തില്ല. കാരണം x1ഉം x2ഉം 0 ആയെന്ന കേസിൽ മാത്രമേ നമുക്ക് ഇത് 0 എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു കേസിൽ നമ്മളിത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ അല്ലാത്ത ഏത് നമ്പർ വന്നാലും ഇത് എപ്പോഴും ഒരു 0-നേക്കാളും വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം 0 വരുന്ന പോസിബിലിറ്റി x1 - x2 മാത്രമേ ഉള്ളൂ. അപ്പോൾ x1 - x2 = 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അവിടെ നിന്ന് x1 = x2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. therefore f is 1. ഇനി on 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ സപ്പോസ് f(x) = y. f(x) = y എന്ന് എടുക്കുക. അപ്പോൾ x³ = y എന്ന് കിട്ടും. x =√y എന്ന് വരും. ഇനി നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടുന്ന് ഞാനൊരു y എടുത്താൽ, സപ്പോസ് 2 എടുത്താൽ 2ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. അത് ഡസ് നോട്ട് ബിലോങ്സ് ടു n ആണ്, ഡൊമെയിൻ n ആണ്. അപ്പം y = 2 എടുത്താൽ, ഇവിടുന്ന് ഒരു 2 എടുത്താൽ അതിൻ്റെ പ്രീഇമേജ് എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ x ആണ് വരുന്നത്. അത് നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ ഇല്ല. Therefore 2 in the codomain n has no preimage in domain n. Therefore it is not onto. അപ്പോൾ ഇവിടെ 1 1 ആണെന്ന് കിട്ടി, onto അല്ല എന്ന് കിട്ടി. ഇവിടെയും 1 1 ആണ്, onto അല്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സെയിം റിസൾട്ടാണ് രണ്ടിലും വരുന്നത്. ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. ഇവിടെ z to z given by f of x is equal to x³ ആണ്. 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ പോലെ തന്നെ. f of x1 is equal to f of x2, x1³ is equal to x2³ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി ഇതിനിങ്ങനെ ഐഡൻറ്റിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ x1 - x2 is equal to 0 ആവാനേ പറ്റുള്ളൂ. അപ്പോൾ x1 is equal to x2 എന്ന് നമുക്ക് കിട്ടി. ഫോർ ഓൾ x1 x2 belongs to n. ഇത് ഡൊമെയിനിൽ നിന്നാണ് വരുന്നത്, x1ഉം x2. Therefore f is 1 1. ഇനി onto ആണോ? f of x is equal to y എന്നെടുത്തു, x³ is equal to y എന്ന് കിട്ടി. അപ്പോൾ x is equal to cube root of y എന്ന് കിട്ടി. എഗെയിൻ by 2 ആകുമ്പോൾ cube root of 2 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. അതൊരു ഇൻറ്റിജർ അല്ല. ഇൻറ്റിജർ അല്ലാത്തത് കൊണ്ട് 2ന് നമുക്ക് കോഡൊമെയിനിലുള്ള 2ന് ഇൻറ്റിജർ ആയിട്ടുള്ളൊരു പ്രീഇമേജ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. Therefore f is not onto. ഇനി നമുക്ക് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അത് കിട്ടിയ കൺക്ലൂഷൻ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് നോക്കാം. റിയൽ നമ്പേഴ്സ് ഇൻ റിയൽ നമ്പേഴ്സിലേക്കും നാച്ചുറൽ നമ്പേഴ്സ് ഇൻ നാച്ചുറൽ നമ്പേഴ്സിലേക്കും ഇൻഡിജേഴ്സ് ഇൻ ഇൻഡിജേഴ്സിലേക്കും x² കൺക്ലൂഷൻ 1 1 ആണ്. രണ്ട് കേസിൽ ഇസഡിൻ ഇസഡിലേക്ക് നോട്ട് 1 1 ആണ്. ഒരിടത്തും onto അല്ല. പോസിറ്റീവ് റിസൾട്ട് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. റിയൽ നമ്പേഴ്സ് ഇൻ റിയൽ നമ്പേഴ്സിലേക്കും നാച്ചുറൽ നമ്പേഴ്സ് ഇൻ നാച്ചുറൽ നമ്പേഴ്സിലേക്കും 1 1 ആണ്. ബാക്കിയെല്ലാം നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി ഇവിടെ x³ കേസ് വരുവാണെങ്കിൽ രണ്ടിടത്തും 1 1 ആണ്, പക്ഷെ രണ്ടിടത്തും onto അല്ല. എഫക്റ്റിൽ ഇവിടെ ഒന്നും onto അല്ല, ഇവിടെ 1 1 ആണ്. എക്സെപ്റ്റ് z to z-ൽ 1 1 അല്ല. ഇത് ഓർത്ത് വെക്കുവാണെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയണമെങ്കിൽ ധൈര്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. f from n to n defined by f of x is equal to x plus 1/2 if x is odd, x/2 if x is even, for all x belongs to n. നാച്ചുറൽ നമ്പേഴ്സ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ്. സ്റ്റേറ്റ് വെദർ ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ബൈജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ 1 1ഉം ontoയും ആണെങ്കിൽ ബൈജക്റ്റീവ് ആണ്. 1 1ഉം ontoയും ആണെങ്കിൽ ബൈജക്റ്റീവ് ആണ്. അപ്പോൾ 1 1 അല്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ontoയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 1 1 ആണെങ്കിൽ ontoയിലേക്ക് പോവുക. രണ്ടും ആണെങ്കിൽ ബൈജക്റ്റീവ് ആണ്. 1 1 അല്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ഇന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ആരോ ഡയഗ്രം വരയ്ക്കാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിലും ഇൻഡിജേഴ്സിൻ്റെ കേസിലും ഫൈനൈറ്റ് സെറ്റ്സിൻ്റെ കേസിലും നമുക്ക് ആരോ ഡയഗ്രം വരച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. അതേസമയം റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കിങ്ങനെ ആരോ ഡയഗ്രം വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 1 കഴിഞ്ഞിട്ട് നമുക്ക് 2 എഴുതാനായിട്ട് പറ്റും. പക്ഷേ റിയൽ നമ്പർ ആണെങ്കിൽ 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. സോ അവിടെ നമുക്ക് ആരോ ഡയഗ്രം വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് കൂട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ആരോ ഡയഗ്രം വെച്ചാണെങ്കിലും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആരോ ഡയഗ്രം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എക്സ് ഓഡാണെങ്കിൽ ഇതും ഈവൻ ആണെങ്കിൽ ഇതുമാണ് വരുന്നത്. 1 ഓഡാണ്. 1 ഓഡാകുമ്പോൾ ഇത് വരും 1 + 1 2 2/2 1. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്. ഇനി 2 ഈവൻ ആണ്. അപ്പോൾ ഇത് വരും 2/2 1 ആണ്. അപ്പോൾ 2 മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്. അടുത്തത് 3 ഓഡാണ്. 3 + 1 4 4/2 2 ആണ്. അപ്പോൾ 3 മാപ്പ് ചെയ്യുന്നത് 2ലേക്ക്. 4 ഈവൻ ആണ്. അപ്പോൾ 4/2 2 ആണ് മാപ്പ് ചെയ്യുന്നത് 2ലേക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 മാപ്പ് ചെയ്യുന്നത് 3ലേക്ക്, 6 മാപ്പ് ചെയ്യുന്നത് 3ലേക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഈ രണ്ടെണ്ണത്തിനും തന്നെ അറിയാം 1നും 1 ആണ് ഇമേജ് വരുന്നത്, 2നും 1 ആണ് ഇമേജ് വരുന്നത്.
ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജ് അല്ല, സെയിം ഇമേജ് ആണ് വരുന്നത്. ദെയർഫോർ അവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1, എഫ് ഓഫ് 2 1 ആണ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാസ് സെയിം ഇമേജ്, ദെയർഫോർ എഫ് ഇസ് നോട്ട് 1 1. അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല എന്ന്. സപ്പോസ് ഓൺ ടു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേൺ വെച്ച് അറിയാൻ പറ്റും. 1 2 മാപ്പ് ചെയ്തിട്ട് 1ലേക്ക്, 3ഉം 4ഉം 2ലേക്ക്, 5ഉം 6ഉം 3ലേക്ക്, അപ്പോൾ 7ഉം 8ഉം 4ലേക്കായിരിക്കും. ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ പ്രീ ഇമേജസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആരോ ഡയഗ്രാമിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇപ്പോൾ ഇവിടെ നമ്മൾ 2 സെപ്പറേറ്റ് കേസായിട്ട് ചെയ്യണം. ഇവിടെ 2 ആയിട്ടാണ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 സെപ്പറേറ്റ് കേസായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വൺ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1/2, എക്സ് പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് വരുന്നത് എക്സ് പ്ലസ് 1/2. അപ്പോൾ എക്സ് പ്ലസ് 1/2 ഇസ് ഈക്വൽ ടു വൈ എന്ന് വരും. അവിടുന്ന് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2y എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു 2y മൈനസ് 1 എന്ന് വരും. അപ്പം ഇവിടെ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. ഞാൻ ഇവിടുന്ന് ഏത് വൈ എടുത്താലും 2 ഇൻറ്റു ആ നമ്പർ നാച്ചുറൽ നമ്പറാണ്, മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പം ഏത് നാച്ചുറൽ നമ്പർ വൈ എടുത്താലും കിട്ടുന്ന എക്സും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും രണ്ടാമത്തെ ഡെഫിനിഷൻ x/2 എടുക്കും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആകുമ്പോൾ x/2 ഇസ് ഈക്വൽ ടു വൈ എന്ന് വരും. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2y എന്ന് വരും. ഏത് വൈ നാച്ചുറൽ നമ്പർ എടുത്താലും 2 ഇൻറ്റു ആ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എഗെയിൻ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ദെയർഫോർ ഓൺ ടു ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 2 ആയിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഫോർ ഈച്ച് വൈ ബിലോങ്സ് ടു ആർ and there exists an x belongs to n such that f of x is equal to y എന്നുള്ളത് ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വേണം പ്രൂവ് ചെയ്യാനായിട്ട്. ഇനി ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ചെയ്താൽ മതിയാകും. നമ്മൾ ലാബൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പം ബോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ സിഗ്നം ഫംഗ്ഷൻ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ നമ്മൾ ഓൾറെഡി തിയറിറ്റിക്കലായിട്ട് ചെയ്യാനായിട്ട് പഠിച്ചു. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം ഇസഡിലെയും നാച്ചുറൽ നമ്പേഴ്സിലെ അല്ല, റിയൽ നമ്പേഴ്സിലെ കാര്യം പറയുന്നത്. എക്സ് സ്ക്വയറിൻ്റെ ഷേപ്പ് യു ഷേപ്പാണ് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആകുമ്പോൾ. അപ്പം യു ഷേപ്പാണ് റിയൽ നമ്പർ ടു റിയൽ ആകുമ്പോൾ. അപ്പം ഇതുകൂട്ട് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വെച്ച് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോഡ് എക്സിൻ്റെ ഒക്കെ ഗ്രാഫ് നമുക്ക് കാണാപ്പാടാണ്. ഇങ്ങനെ വി ഷേപ്പാണ് അല്ലേ, വി ഷേപ്പാണ്. ഇനി നമുക്കറിയാം ഇതാണ് ഡൊമെയിൻ, ഇതാണ് റേഞ്ച്. അപ്പം ഈ റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ 1 1 ഓൺ ടു ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അതായത് വൈ ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ 1 1 ആണോ ഓൺ ടു ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതായത് വൈ ആക്സിസിൽ ഇമാജിനറി ലൈൻസ് വരച്ചാണ് നമ്മൾ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഈ 2യിലൂടെ ഞാൻ ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ ഗ്രാഫിൽ 1 കൂടുതൽ തവണ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് വൈ ആക്സിസിലെ ഒരു പോയിന്റിൽ കൂടെ, വൈ ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ഗ്രാഫിൽ 1 കൂടുതൽ തവണ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ അവിടെ 1 1 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ 2യിൽ കൂടെ ഞാനൊരു ഇമാജിനറി ലൈൻ കടത്തി വിടുവാണെങ്കിൽ ആ ഇമാജിനറി ലൈൻ 1 കൂടുതൽ തവണ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സാണ് ഈ 2 പോയിൻറ്റ്സ്. അതായത് ഈ 2യിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ 1 കൂടുതൽ തവണ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 1 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കത് ആൻസറായിട്ട് എങ്ങനെ എഴുതാം? ഈ ടച്ച് ചെയ്യുന്ന ഈ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് നോക്കുക. ഈ -2ൻ്റെയും 2ൻ്റെയും ഇമേജാണ് 2. മോഡ് എക്സിൽ -2ൻ്റെയും 2ൻ്റെ ഇമേജ് 2 അല്ലേ. അപ്പം എഫ് ഓഫ് -2 2 ആണ്, എഫ് ഓഫ് 2 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് 4ൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 4ൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ 1 കൂടുതൽ തവണ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4ലും -4ലും 4ലാണ് വരുന്നത്. -4ൻ്റെ ഇമേജ് 4, 4ൻ്റെ ഇമേജ് 4. ഈ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ 1 1 എന്ന് വെച്ചാൽ നമ്മൾ വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ കൂടെ ഒരു ഇമാജിനറി ലൈൻ കടത്തി വിട്ടാൽ ആ പോയിന്റിൽ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ 1 കൂടുതൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 1 ആവില്ല.
അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റെങ്കിലും y ആക്സിസിലുണ്ടെങ്കിൽ, ഇവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിന് ഒരു പോയിൻ്റെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 1 1 ആണ്. ഇത് സിഗ്നം ഫംഗ്ഷനാണ്. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് റൈറ്റ് സൈഡിലേക്ക് എല്ലാവരുടെ ഇമേജ് 1, ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാവരുടെ ഇമേജ് -1, 0 ഇമേജ് 0. ഞാൻ ഇതിൽ കൂടെ 2 കൂടെ ഒരു ലൈൻ കടത്തിട്ടു, ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല. 1 ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫ് 1 ഞാനൊരു ലൈൻ കടത്തി വിട്ടാൽ ആ ലൈൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഞാനൊരു ലൈൻ കടത്തി വിട്ടാൽ ആ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സിൽ ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും. അതായത് 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് 1 ആണ്, 3യുടെ ഇമേജ് 1 ആണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സെയിം ഇമേജ് 1 വന്നു. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 1 അല്ല. ഇനി ഇത് f of x is equal to x² ആണ്. x² ആണെങ്കിൽ ഇവിടെ 4ൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ തവണ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ -2 2 ആയിരിക്കും. അതായത് -2ൻ്റെ സ്ക്വയറും 4 ആണ്, 2ൻ്റെ സ്ക്വയറും 4 ആണ്. അപ്പം 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം ഇമേജ് കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിൽ 1 1 നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓൺ ടു ചെക്ക് ചെയ്യാനായിട്ട് കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓൺ ടു നോക്കാനായിട്ട് കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച് ആവുന്നുണ്ടോ. അതായത് കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച് ആവുക എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് തന്നെയാണ്. നമ്മളിങ്ങനെ ലൈൻസ് കടത്തി വിടുമ്പോൾ ഏതൊരു പോയിൻ്റ് എടുത്താലും ഒരു തവണയെങ്കിലും ഗ്രാഫിൽ ടച്ച് ചെയ്യണം. മറ്റേ 1 1 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒന്നിൽ കൂടുതൽ തവണ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 1 1 ആവില്ല. അങ്ങനെയാണ്. ഓൺ ടു പറയുന്നത് ഏത് പോയിന്റ് എടുത്താലും അവിടെ കോഡൊമെയിൻ ഇസ് ഈക്വൽ ടു റേഞ്ച് എന്ന് വേണ്ട, ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഒരു തവണയെങ്കിലും ഗ്രാഫിൽ ടച്ച് ചെയ്യണം. അല്ല എങ്കിൽ അവിടെ ഓൺ ടു ആവില്ല. അതായത് -3 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. അതായത് -3ക്ക് പ്രീ ഇമേജ് ഇല്ല. 2 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ന് പ്രീ ഇമേജസ് ഉണ്ട്, 2 പ്രീ ഇമേജസ് ഉണ്ട്, നമുക്ക് ഒരു പ്രീ ഇമേജ് എങ്കിലും മതി. 3 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം 3ക്ക് 2 പ്രീ ഇമേജസ് ഉണ്ട്. 4 പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. 4ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ -1 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, അപ്പോൾ പ്രീ ഇമേജസ് ഇല്ല. -2 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, അപ്പോൾ പ്രീ ഇമേജസ് ഇല്ല. -3 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, സോ പ്രീ ഇമേജസ് ഇല്ല. അപ്പം ഒരു എക്സാമ്പിൾ എഴുതാം. -2 belongs to R has no പ്രീ ഇമേജ് ഇൻ R. ഒന്നുകൂടെ പറയാം. ഓൺ ടു എന്ന് വെച്ചാൽ 1 1 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഒന്നിൽ കൂടുതൽ തവണ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ 1 1 അല്ല. ആ പോയിന്റ് ഇമേജായിട്ട് വരും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇമേജായിട്ട് വരും. അപ്പോൾ 2യിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഒന്നിൽ കൂടുതൽ തവണ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇമേജായിട്ട് വരും. അപ്പോൾ 1 1 അല്ല എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. അതാണ് 1 1. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യാതെ വന്നാൽ ഓൺ ടു അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സിഗ്നം ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ -2 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, സോ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. -2 ഹാസ് നോ പ്രീ ഇമേജ്. അതുപോലെ വേറെ എക്സാമ്പിൾ കിട്ടും. 2 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല, സോ 2 ഹാസ് നോ പ്രീ ഇമേജ്. ഇനി 1 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, സോ 1ൻ്റെ പ്രീ ഇമേജസ് ആരാ? 1 ഉണ്ട്, ഇഷ്ടംപോലെ പ്രീ ഇമേജസ് ഉണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ പ്രീ ഇമേജസ് ഉണ്ട്. -1 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രീ ഇമേജസ് ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ച് നമുക്ക് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും.